ഹായ് സുഹൃത്തുക്കളെ, ഗീമാസ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കാളൻ കറിയാണ്. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഈ കുമ്പളത്തിലേക്ക് വെള്ളം ഒഴിക്കുകയാണ്. പാകത്തിന് വെള്ളം ഒഴിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പ് ഇടുകയാണ്. ഉപ്പിട്ടതിന് ശേഷം ഇത്രത്തോളം മഞ്ഞപ്പൊടിയും കൂടി ഇട്ടിട്ട് ഇത് വേവിക്കാം. ഇനി നമുക്ക് കാളനിലേക്ക് ആവശ്യമായ തേങ്ങ എടുക്കാം. ഞാനിത് അരമുറിയോളം തേങ്ങ എടുത്തിട്ടുണ്ട്. കൂടെ ഒരു നുള്ളു ജീരകം എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയിലേക്ക് കുറച്ച് പച്ചമുളക് കൂടി ഇടാം. നിങ്ങൾക്ക് ആവശ്യമായ അളവിൽ പച്ചമുളക് എടുക്കാം. എത്രത്തോളം വെക്കുന്നുണ്ട് അതിനനുസരിച്ച് എരിവിന് പാകത്തിനായിട്ട് എടുക്കാം. ഇപ്പോൾ കുമ്പളം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ വേവിച്ച് വെച്ച കുമ്പളത്തിലേക്ക്, അതായത് വെള്ളം ഏകദേശം വറ്റാറായ വേവിച്ച് വെച്ച കുമ്പളത്തിലേക്ക് നമ്മൾ ഈ തേങ്ങ അരപ്പ് ചേർക്കുകയാണ്. ഈ അരപ്പ് ചേർത്തതിന് ശേഷം നമ്മൾ നല്ലോണം യോജിപ്പിക്കുക. അതുമായിട്ട് കുമ്പളമായിട്ട് യോജിപ്പിച്ചതിന് ശേഷം കറക്റ്റ് ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വരുന്നത്. നമ്മൾ അരപ്പ് ചേർത്തതിന് ശേഷമുള്ള ഇത് നമ്മുടെ കാളൻ ആവശ്യത്തിനുള്ള തൈരാണ്. നമ്മൾ ജസ്റ്റ് മിക്സിയിലിട്ടൊന്ന് ഒരൊറ്റ ചെറുങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഇല്ലെങ്കിൽ ചെറുങ്ങനെ ഒരു കട്ട പോലെ കിടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഈ കുമ്പളം നന്നായിട്ട് വെന്ത് തേങ്ങയൊക്കെ അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിന് ശേഷം നമുക്ക് തൈര് ചേർക്കണം. തൈര് മിക്സിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് തൈര് ചേർക്കാം. തൈര് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ഒന്നുകിൽ സിമ്മിലാക്കി ഇടണം, അല്ലെങ്കിൽ ഗ്യാസ് ഓഫ് ചെയ്യണം. ഇത് നമ്മൾ തൈര് ആഡ് ചെയ്യാണ്. ഒരിക്കലും നല്ല തീയിൽ വെച്ചിട്ട് തൈര് ആഡ് ചെയ്യരുത്, അത് പിരിഞ്ഞു പോവും. സിമ്മിലാക്കിയിട്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ ഓഫാക്കിയതിന് ശേഷം ആഡ് ചെയ്യുക. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇപ്പം നമ്മൾ വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. വെളിച്ചെണ്ണ പതച്ച് വന്നതിന് ശേഷം കുറച്ച് കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉലുവയും ചേർത്തിട്ടുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ അധികം വേണ്ടാന്നുള്ളവർക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാണ്ട് തന്നെ കടുകും ഉലുവയും മാത്രം വറുത്തിടാവുന്നതാണ്. കറിവേപ്പില നമുക്ക് വറവിലേക്കും ഇടാം, അതേപോലെ തന്നെ കറിയിലേക്കും ഇടാം. അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഓക്കെ, കടുകും ഉലുവയും റെഡി ആയിട്ടുണ്ട്. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 2-3 വറ്റൽ മുളക് ഇടുകയാണ്. അതിനുശേഷം കുറച്ച് കറിവേപ്പില ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മൾ ഈ വറവ് കറിയിലേക്ക് ചേർക്കുകയാണ്. അപ്പം വറവിട്ട് കഴിഞ്ഞു. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കാളൻ റെഡി ആയിട്ടുണ്ട്.